തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അനിത റോയി. ഞാൻ ന്യൂഡൽഹിയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷം അതായത് ഏപ്രിൽ 27 എനിക്ക് കോവിഡ് പോസിറ്റീവായിട്ട് വളരെ സീരിയസ് ആയിട്ട് അവിടെ ഡൽഹിയിൽ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം എന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കിയ ദിവസം എനിക്ക് രാവിലെ ഒരു 8 മണിയായിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി. ഓക്സിജൻ ലെവലൊക്കെ വളരെ താന്ന് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ രാവിലെ 8 മണി മുതൽ രാത്രി 11:30 മണി വരെ എനിക്കൊരു ബെഡ് പോലും കിട്ടാതെ ഞാനൊരു ഹോസ്പിറ്റലിലെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഒരുപാട് പേര് മരിച്ച് അവരെ ഇങ്ങനെ പാക്ക് ചെയ്ത് വിടുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ അതങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാവരും നാട്ടിലുണ്ടായിരുന്നു. അപ്പം അവർ കൃപാസന മാതാവിൽ അവർ നേരത്തെ വരുമായിരുന്നു. അപ്പോൾ അവർ ഉടമ്പടി എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രാത്രി 11:30 ആയപ്പോൾ എനിക്ക് അന്ന് ബെഡ് കിട്ടി. രാവിലെ 8 മണി മുതൽ ഞാൻ 11:30 വരെ ഒരു ശ്വാസം കിട്ടാതെ വളരെ വിഷമിച്ച് അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ചെയറിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടൊരു രാത്രി 11:30 ആയപ്പോൾ എനിക്ക് ബെഡ് കിട്ടി. അങ്ങനെ ഒരു 14 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 14ാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഒരുവിധം സുഖമായി വീട്ടിൽ വന്നു. എന്നേക്കായി അസുഖം തീരെ അതായത് എന്നേക്കായി സീരിയസ് ആവാത്തവർ സീരിയസ് ആവാതെ ഹോസ്പിറ്റലിൽ പോയവരെല്ലാം മരിച്ചു പോയപ്പോൾ എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ എനിക്ക് ഒരു പുതിയ ജന്മം തന്നു. അതിനായിട്ട് എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി മാധ്യസ്ഥം ഇവിടെ വന്ന് എന്നെ കൊണ്ട് ഇവിടെ കൊണ്ടുവരാമെന്ന് അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മിനിഞ്ഞാന്നാണ് ഞാൻ വന്നത്. ഇന്ന് മാതാവിൻ്റെ സന്നിധിയിൽ വന്നതാണ്. ഇത് പറയാനായിട്ട് എല്ലാവർക്കും സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വന്നതാണ്. അത് ഒരുപാട് നന്ദി, ഈശോയ്ക്ക് നന്ദി. ഈശോ നമുക്കൊരു അമ്മയെ തന്നു. അമ്മ നമ്മളോട് എപ്പോഴും ഉണ്ട്. എന്ത് ആവശ്യങ്ങൾ നമുക്ക് അമ്മയോട് എപ്പോൾ വേണേലും ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഞാനിവിടെ.